പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം തിർമിദിയുടെ ഗ്രന്ഥത്തിൽ ഒരു അധ്യായത്തിന്റെ പേര് ബാബു മാ ജാഅ ഫി സൗമി ഫി ശിത്താഇ, ശൈത്യകാലത്തെ നോമ്പ് എന്നാണ് അധ്യായത്തിന്റെ പേര്. ആ അധ്യായത്തിൽ അദ്ദേഹം ഒരു ഹദീസ് കൊടുക്കുന്നത്, ആ ഹദീസ് ഇമാം നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സൗമു ഫി ശിത്താഇ അൽ ഗനീമത്തുൽ ബാരിദ, തണുപ്പുകാലത്തെ ശൈത്യകാലത്തെ നോമ്പ് അത് തണുത്ത ഗനീമത്ത് പോലെയാണ് എന്നാണ്. അതാണ് ഹദീസിന്റെ ആശയം. അപ്പൊ തണുപ്പുകാലത്ത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രോത്സാഹനം നൽകിയ ഒരു കാര്യമാണ്. നബി പറഞ്ഞത് ശൈത്യകാലത്തെ നോമ്പനുഷ്ഠാനം അത് തണുത്ത ഗനീമത്താണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത മുതലിലാണ് ഗനീമത്ത് എന്ന് പറയാം. അപ്പൊ തണുപ്പ് കാലത്ത് നോമ്പനുഷ്ഠാനം ഗനീമത്ത് കിട്ടുന്നത് പോലെയാണ്, അത്രയും ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. അപ്പൊ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ തണുപ്പ് കാലത്തെ പ്രത്യേക നബി പറയാൻ കാരണം എന്ന് പറഞ്ഞപ്പോ അതിന് വിശദീകരണം പറഞ്ഞത്, ത്വാല നഹാറുഹു ലൈലുഹു വഖസുറ നഹാറുഹു, ശൈത്യകാല തണുപ്പ് കാലത്തെ പകലിന് ദൈർഘ്യം കുറവായിരിക്കും, രാവിലെ ദൈർഘ്യം കൂടുതലായിരിക്കും. അപ്പൊ കുറച്ച് സമയം നോമ്പനുഷ്ഠിച്ചാൽ മതി, മാത്രവുമല്ല ക്ഷീണവും ഉണ്ടാകില്ല. അപ്പൊ സുഖകരമായ നോമ്പനുഷ്ഠാനം എന്നാണ് അതിന്റെ അർത്ഥം. തണുപ്പ് കാലത്ത് നോമ്പിന് സുഖകരമായ, പ്രത്യേകിച്ച് വലിയ അധ്വാനവും ക്ഷീണവും ഒന്നും ഇല്ലാത്ത അധ്വാനത്തെ കുറിച്ചിട്ട് നബി അങ്ങനെ പറയാൻ കാരണം നടത്തുന്നത്. അതുകൊണ്ട് രാത്രി ദൈർഘ്യമുള്ള രാത്രിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ സമയമുണ്ട്. കാരണം പെട്ടെന്ന് രാത്രി തീരുമെന്ന് പേടിക്കണ്ട. അപ്പൊ തന്നെ 5:14 അപ്പൊ നമുക്ക് മാക്സിമം പോയാൽ ഒരു രാത്രി നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവന് എത്ര ഉറങ്ങിയാലും ഒരു 4:30 എങ്ങനെ പോയാലും എഴുന്നേക്കാൻ പറ്റും നിർത്തും. അപ്പോൾ രാത്രി ദൈർഘ്യമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ഇബാദത്തിന് വേണ്ടി, രാത്രി നമസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നാണ്. തണുപ്പുമാണ്, അപ്പൊ പ്രത്യേകിച്ച് വലിയ ക്ഷീണമൊന്നും വരൂല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നൽകിയ പ്രോത്സാഹനം. അപ്പൊ സമയവും സന്ദർഭവും സാഹചര്യവും അവസ്ഥകളൊക്കെ അവനവന്റെ പരലോകത്തിനും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തലാണ് യഥാർത്ഥ വിശ്വാസിയുടെ ബുദ്ധി. അവരാണ് സമർത്ഥൻ. അപ്പൊ നമ്മൾക്ക് കഴിയുന്നത് പോലെ പരിശ്രമിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.